പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആക്ടർ ബാലയും അമൃതയും ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. ആക്ടർ ബാലയെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു പഠിച്ച കള്ളൻ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അറിയാലോ, ഇങ്ങനെ നേരത്തെ 2 വിവാഹം കഴിച്ചതാണ്. ആ 2നെ ഒഴിവാക്കി ഇപ്പൊ 3ാമതായി മാമന്റെ മോളെയും കല്യാണം കഴിച്ചു. അതിൽ ആദ്യം കല്യാണം കഴിച്ചിരിക്കുന്നത് സിംഗറായിട്ടുള്ള അമൃത സുരേഷിനെയാണ്. ശരിക്കും പറഞ്ഞാൽ അമൃത സുരേഷ് മേഖലയിൽ എങ്ങനെയോ പെട്ടുപോയതാണ്. അതിനുശേഷം അമൃത സുരേഷിനെ നേരിടേണ്ട പീഡനത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇനി അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇയാളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇയാളുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൾ പാപ്പു, അതായത് അമൃത സുരേഷിന്റെയും ബാലയുടെയും മകൾ, അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ ലൈവിൽ വന്ന ഒരു ദിവസം തുറന്നു പറഞ്ഞിരുന്നു. അന്ന് അത് വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറിയിരുന്നു. അതിനുശേഷം ബാല തന്റെ മകളെ ട്രീറ്റ് ചെയ്തത് ഒരു ശത്രുവിനെ പോലെയാണ്. പക്ഷെ സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ട് അയാൾ പബ്ലിക്കിന് മുന്നിൽ നിന്ന രീതി എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര പാവമാണ്, ഞാൻ ആരെയും ദ്രോഹിക്കാനൊന്നും വരുന്നില്ല, എല്ലാരും കൂടി എന്തിനാണ് എന്റെ മെക്കിട്ട് കയറുന്നത് എന്ന ഒരു രീതിയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകൽമാന്യനെ പോലെ. അങ്ങേരുടെ നടത്തവും സംസാരവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങേരെ പോലെ ഒരു പാവം വേറെ ഇല്ലെന്ന് തന്നെ തോന്നിപ്പോകും. ആ രീതിയിലായിരുന്നു അങ്ങേര് പബ്ലിക്കിനെ കയ്യിലെടുത്തത്. ഉള്ളത് പറയാലോ, ഇങ്ങേരെ പോലെ പുറമേ മാന്യത ചമഞ്ഞുകൊണ്ട് ഉള്ളിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ചിലരുണ്ട് പുറമെ നല്ല മാന്യതയും സഹതാപവും ഒക്കെ കാണിച്ചിങ്ങനെ നടക്കും. പക്ഷേ ഒരു പ്രൈവറ്റ് പ്ലേസിലാണെങ്കിൽ അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കും. അയാൾക്ക് ഇഷ്ടമല്ലാത്ത ആളെ നന്നായി ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഒരു കാര്യം നമ്മുടെ 2ാമത്തെ ഭാര്യ എന്ന് പറയുന്ന എലിസബത്ത് ഇതിനെക്കുറിച്ച് ഈ ഒരു അസുഖത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അറിഞ്ഞില്ല എലിസബത്ത് പറയുന്നത് ബാലയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണെന്ന്. പക്ഷെ ബാലയുടെ സെയിം ക്യാരക്ടറിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ബാല തന്റെ മകളെ സ്വന്തം ശത്രുവായിട്ട് തന്നെയാണ് കണ്ടത്. മകൾ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവൾ അനുഭവിച്ചു കാണണമല്ലേ? അല്ലെങ്കിൽ ഒരു മക്കളും അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയത്തില്ല. അങ്ങനെ തുറന്നു പറയുന്ന പക്ഷം ഒരു അച്ഛനെന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തുക എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരൻ ചെയ്തത് നേരെ തിരിച്ചാണ്. എനിക്കെതിരെ പറയാൻ മാത്രം നീ വളർന്ന മോളെ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. മാക്സിമം ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ പോലെ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ലാന്ന്. എനിവേ, ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഈ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മകളുടെ പഠനാവശ്യത്തിനും കല്യാണാവശ്യത്തിനും മറ്റു ചെലവുകൾക്കും ഒരു എമൗണ്ട് ബാല ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു തുക ഇൻഷുറൻസും അടയ്ക്കും. വേറെ ഒരു കാര്യവും നിർവഹിക്കേണ്ടതില്ലെന്ന് വളരെ മാന്യമായ രീതിയിലാണ് അമൃത സുരേഷ് പറഞ്ഞത്. അമൃത സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സിനുള്ള പാരിതോഷികം പോലും ഇത്രയും ക്രൂരതകൾ നേരിട്ടിട്ട് പോലും അവൾ ചോദിച്ചില്ല. ഇവിടെ പല പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. ഡിവോഴ്സിന്റെ സമയത്ത് വലിയ തുകകളൊക്കെ അവര് വാങ്ങിച്ചെടുക്കാറുണ്ട്. പക്ഷെ അമൃത സുരേഷ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മകളുടെ ചിലവ് മാത്രം നിർവഹിച്ചാൽ മതി. അങ്ങനെ ഒരു ഡീല് മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇൻഷുറൻസ് തുക അടയ്ക്കാമെന്ന് ബാല ഏറ്റത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ബാല മകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് തുക നിർത്തിപ്പിച്ചു എന്നുള്ളതാണ്. അതും എങ്ങനെയാണ്? മകൾക്ക് ഇൻഷുറൻസ് തുക നൽകേണ്ടതില്ല, എനിക്കതിന് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖ ഉണ്ടാക്കിയിട്ട് അമൃത സുരേഷിന്റെ വ്യാജ ഒപ്പിട്ട് കൊടുത്തു ബാങ്കിൽ. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഇതുവരെ അടച്ച തുക മൊത്തം പിൻവലിച്ച് ഇങ്ങേര് കൊണ്ടുപോയി പുട്ടടിച്ചു. ഇതിനെയൊക്കെ എന്ത് പറയാനാണ്? നിങ്ങൾ തന്നെ പറ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമൃത മാധ്യമങ്ങളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിന്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ, അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെന്റിന്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെന്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങേര് ഭാര്യയും സ്വന്തം കുഞ്ഞിനെയും പറ്റിക്കായിരുന്നു എന്ന് അർത്ഥം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങേരുടെ രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് ഇൻഷുറൻസ് തുക അങ്ങ് തട്ടിയെടുത്തു, അത്ര തന്നെ. ഇങ്ങേരുടെ ഒരു മെന്റാലിറ്റി നോക്കണേ. ഒരിക്കലും ഇങ്ങേരുടെ കയ്യിൽ അടക്കാൻ പണമില്ലാത്തത് കൊണ്ടോ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇൻഷുറൻസ് തുക എന്ന് പറഞ്ഞാൽ മാസം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അടയ്ക്കാനുണ്ടാവുക. കോടികൾ ആസ്തിയുള്ള ഇങ്ങേർക്ക് ഇത് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങേർക്ക് ഒരു ദിവസം പുറത്തു പോയി ഫുഡ് കഴിക്കുന്ന എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ. അതുപോലും അടയ്ക്കാതെ ഇങ്ങേര് ആ ബാങ്കിലെ ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണമില്ലാത്തത് കൊണ്ടല്ല, അത് അവരോടുള്ള കഠിനമായ വിദ്വേഷം കൊണ്ടാണ്. ഇൻഷുറൻസ് തുക പോലും എന്റെ മകൾക്ക് കിട്ടരുതെന്നുള്ള വിദ്വേഷം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങേരുടെ മനസ്സ് മൊത്തം വിഷമാണെന്ന്. അതിന് ഇങ്ങേർക്ക് സ്വന്തവും ബന്ധവും മകളും അങ്ങനെ ഒന്നുമില്ല. എല്ലാരോടും അങ്ങേർക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്തായാലും അമൃതയ്ക്ക് പറയാനുള്ളത് ബാക്കിയും കൂടെ കേട്ടു നോക്കാം. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഗാർഡിയൻ അല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്, അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു. അതെ, അത്രേ ഉള്ളൂ. ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങേര് കാണിച്ചത് എന്തായാലും വലിയ തെണ്ടിത്തരം തന്നെയാണ്. അതിനൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. എത്രയൊക്കെ ആയാലും അയാൾ ജനിപ്പിച്ച തന്തയല്ലേ. സ്വന്തം മകൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് തന്നെ വിചാരിക്കണ്ടേ. അതുപോലും തട്ടിയെടുക്കുന്ന ഇയാളൊരു മനുഷ്യനാണോ? ഛേ, മോശം. എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെന്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയാ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിൽ പോവാണ്. പക്ഷെ ഇപ്പൊ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെന്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിന്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയണം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ ഇത്. ഇതിങ്ങനെ ചെയ്തിട്ട് കുറച്ചു കാലമായി. ഇവരിതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകാത്തതുകൊണ്ട് ഇവരിത് അറിയാൻ വൈകിയെന്ന് മാത്രം. ഇപ്പൊ കോടതിയിൽ നിന്ന് പേപ്പർ വന്നപ്പോഴാണ് ഇവർ ഈ കാര്യം അറിയുന്നത്. അത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവർ ഇത് ഇപ്പോഴും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല. ഈ വാർത്ത വന്നപ്പോൾ ഇതിന്റെ അടിയിൽ വന്ന കമന്റ് ബോക്സിലെ കമന്റുകളാണ്. മുഴുവനും ബാലയ്ക്കാണ് സപ്പോർട്ട്. 1-2 കമന്റ് ഞാൻ എന്തായാലും വായിച്ചു തരാം. മഞ്ജു വാര്യറിനെ കണ്ടുപിടിക്കണം. എങ്ങനെ ഇരിക്കുന്നു മഞ്ജു വാര്യർ എവിടെ കിടക്കുന്നു, അമൃത സുരേഷ് എവിടെ കിടക്കുന്നു? അവരെ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മഞ്ജുവിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നു. മഞ്ജുവിന്റെ കാര്യത്തിൽ ഭർത്താവായിരിക്കുന്ന ദിലീപ് തന്നെയല്ലേ ഇപ്പം മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അല്ലാതെ മഞ്ജു ആണോ? ഇവിടെ ഒരു അവകാശമാണ് അമൃത ചോദിച്ചത്, അല്ലാതെ അമൃതയ്ക്ക് അടിച്ചു പൊളിക്കാനുള്ള കാശൊന്നും അല്ല. ഇവിടെ ദിലീപ് ചെയ്ത പോലെ ബാല ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഒരിക്കലും വരില്ലായിരുന്നു. ഇതിൽ അമൃത പുതിയതായിട്ടൊന്നും ചോദിച്ചില്ല, ഉള്ളതിൽ കൃത്രിമത്വം കാണിച്ചതാണ് ചോദിച്ചത്. അവർക്ക് കൊടുക്കാനുള്ള പണമാണ് ചോദിച്ചത്. അത് പിന്നെ അത് പ്രശ്നമാക്കിയല്ലേ പറ്റത്തുള്ളൂ. മഞ്ജു വാര്യരെ വെച്ചൊന്ന് കമ്പയർ ചെയ്യാൻ വരല്ലേ. ഇനിയുണ്ട് അടുത്തൊരു കമന്റ്. ആ കമന്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിൽ ഒരു പാവമായി പോയി അമൃതയ്ക്കും മകൾക്കും ആ പൈസ കൊടുക്കരുത് കേട്ടോ നിങ്ങൾ എന്നാണ് പറയുന്നത്. ഇവള് നല്ലൊരു കുടുംബത്തിലാണെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇവള് നല്ലൊരു കുടുംബിനിയായിരുന്നെങ്കിൽ ഇന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വേറൊരുത്തന്റെ കുടുംബം കളഞ്ഞിട്ടാണ് മറ്റവന്റെ കൂടെ പോയതെന്ന്. അമ്മേനെ മതി, അച്ഛനെ വേണ്ടെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പൈസ കൊടുക്കരുതെന്നാ പറയുന്നത്. അയാൾ സമാധാനമായിട്ട് പോവുകയാണ്. നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നൊന്നും ഇതാകണ്ട, വെറുതെ വിട എന്നാണ് അയാളെ വെറുതെ വിടാനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PR വർക്കിന്റെ ഭാഗമായിട്ടുള്ള കമന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബാല ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ഒരു ലൈവ് ചെയ്തായിരുന്നല്ലോ. ആ ലൈവിന്റെ അടിയിൽ വന്ന് ഇതുപോലെ PR വർക്കാണ് നടന്നിരുന്നത്. മൊത്തം ആ കൊച്ചിനെ ഫുള്ള് തെറിവിളിയായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ബാലയുടെ PR വർക്കാണ് അതെന്ന്. ബാലയെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് PR വർക്കുകൾ പല കമന്റ് ബോക്സിലും നടക്കുന്നുണ്ട്. സ്വാഭാവികം, ഇയാൾ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV-യിലെ ഒരു പുള്ളിക്കാരൻ ബാലയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വോയിസ് റെക്കോർഡാണ്. അത് നല്ല രസമാണ്, അതൊന്ന് കേട്ടു നോക്ക്. ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? അച്ചടാ പാവം, ഒന്നും അറിയാത്ത പച്ച പാവം. നിങ്ങൾ വിളിക്കുമ്പോഴാണ് പോലും ഞാനത് അറിയുന്നതെന്ന്. എന്താ ഞാൻ ഇതിനൊക്കെ പറയുക? ഇത്രയും ഉടായ്പ കാണിച്ചിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഈ പൊട്ടനെ പോലെ നിൽക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. വലിയൊരു നടനല്ലേ അദ്ദേഹം. ബാക്കി കണ്ടുനോക്കാം. എന്താണുള്ളത് ഞാൻ അന്വേഷിക്കും. കുറെ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില്
ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കും. ഇങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്വസ്ഥമായി സന്തോഷമായിട്ട് ഒരു പുതിയ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്. അത് പറയുന്നത് കേട്ടാ കണ്ടു എന്തൊരു നിഷ്കളങ്കതയാണ്. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഇടങ്ങേറാക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരു പാവമല്ലേ. ആകെ അങ്ങനെ ചെയ്ത കാര്യം എന്തുവാ? മകളെ ദ്രോഹിച്ചു, മകളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, പിന്നെ മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്തു. അതിനെ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യണോ? അങ്ങേര് അവിടെ തമിഴ്നാട്ടിലെങ്ങാനും ജീവിച്ചു പൊക്കോട്ടെ, പാവം. എന്തൊരു കഷ്ടമാണിത്. ബാക്കി കേൾക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്കറിയാം. അയ്യോ, ഒന്നും അറിയില്ല. നിനക്ക് അറിയില്ലെങ്കിൽ ഞാൻ നല്ലോണം അറിയിച്ചു തരാടാ. ഒന്നും അറിയാത്ത പാവത്താനെ പോലെ കിടന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? ഇതിനെ നല്ല മട്ടല് വെട്ടി അടിക്കണം. ബാക്കി കാണാം. ബാല, അമൃത പറഞ്ഞത് വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയിക്കൊണ്ട് ഓക്കെ ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, അതെനിക്ക് അറിഞ്ഞാലേ എനിക്ക് പറയാം. അതായത് മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ഈ വഴിക്ക് തന്നെ വരണം കേട്ടോ. അല്ലാതെ ആ വഴിക്കൊന്നും വിട്ടുകളയരുത്. പൊതുവെ അത് തന്നെയാണല്ലോ ശീലം. ഇപ്പൊ പണ്ടത്തെ പോലെ കേരളത്തിലല്ലല്ലോ, തമിഴ്നാട്ടിലല്ലേ. തമിഴ്നാട് വരെ പോലീസിന് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. എന്തായാലും ആവശ്യ സമയത്ത് മുങ്ങാനും അത്യാവശ്യ സമയത്ത് പൊങ്ങാനും ഇങ്ങേരെ പോലുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം നടന്നു, ഇങ്ങേര് തട്ടിയെടുക്കാനുള്ളത് തട്ടിയെടുത്തു. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? ഇങ്ങേരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തലയിലേറ്റ് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇവിടെ. അവരെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.